ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഇംഗ്ലീഷ് കാഫേ. ഇന്നത്തെ ക്ലാസ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മൾ യൂഷ്വലി ഒരു ബോർഡും പെന്നും ടോപ്പിക്കും ഒക്കെ വെച്ചാണ് ഞാൻ ക്ലാസ് എടുക്കാൻ വരാറ് അല്ലേ. ഇന്ന് നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അപ്പം നമ്മൾ രണ്ടാളും കൂടി ആയിരിക്കും ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ടീച്ചർ സ്വാതി. ഹായ്, നമ്മുടെ മാനേജർ ആണ്. സോ ഓക്കെ, സോ സ്വാതീച്ചിനെ ഞാൻ ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റി പോലത്തെ ഒരു ക്ലാസ് ആണ്. അതിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം. ഓക്കെ, സോ ബേസിക്കലി ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പല വേർഡ്സും ഉച്ചരിക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റാറുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാറുണ്ട് അല്ലെ. സോ ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള വാക്കുകൾ എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ റെഡി അല്ലേ? ഓക്കെ, സ്വാദേശി റെഡി അല്ലേ? ഓക്കെ, സോ ഞാൻ ഓരോരോ വേർഡ്സ് ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ സ്വാദേശിക്ക് കാണിച്ചെടുത്തിട്ട് ആള് അതിന്റെ ഉച്ചാരണം എങ്ങനെയാന്ന് പറഞ്ഞു തരും. ഓക്കെ, സോ തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ വേർഡ് ഇതാണ്, പ്രൊനൗൺസ്. ഓക്കെ, സോ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് കറക്റ്റ് ആണ്. പ്രൊനൗൺസ് തന്നെയാണ് പറയാം, പ്രൊനൗൺസ്. ഓക്കെ, എന്റെ കൂടെ ഒന്നും കൂടി പറഞ്ഞു നോക്കിക്കേ, പ്രൊനൗൺസ്. ഓക്കെ, നൗൺസ് എന്ന് കറക്റ്റ് ആയിട്ട് വരും, പ്രൊനൗൺസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വേർഡ് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാ പറയാ? പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ. ഇവിടെയാണ് നമ്മൾ തെറ്റിക്കാറ്. പൊതുവെ എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പ്രൊനൗൺസ് ആണെങ്കിൽ ഇത് പ്രൊനൗൺസിയേഷൻ ആണ്. ഇത് പറയുന്നത് പ്രൊനൗൺസിയേഷൻ എന്നാണ്. ഓക്കെ, സോ ഇതൊരു നൗൺ ഫോം ആണ്. പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം എന്ന് പറയുമ്പോൾ പ്രൊനൗൺസിയേഷൻ എന്നാണ് പറയാ. എന്നാൽ ഉച്ചരിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ പ്രൊനൗൺസ് എന്ന് പറയുന്നത്. സോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇത് പ്രൊനൗൺസ് ആണ്, ഇത് പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ ആണ്. ഓക്കെ, പ്രൊനൗൺസ്. ഓക്കെ, പ്രൊനൗൺസ് ആൻഡ് പ്രൊനൗൺസിയേഷൻ. ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ട വ്യത്യാസമുള്ള രണ്ട് വേർഡ്സ്. ഓക്കെ, എപ്പോഴും തെറ്റിക്കുന്ന രണ്ട് വേർഡ്സ് ആണ്. ഇനി നിങ്ങൾ അത് തെറ്റിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വേർഡ് നമുക്ക് നോക്കാം. ഇതെല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇത്, ഡിവോഴ്സ്. ഡിവോഴ്സ്. ഓക്കെ, വേറൊരു പ്രൊനൗൺസിയേഷൻ എന്താണ് യൂഷ്വലി പറയാറ് ആൾക്കാർ? ഡൈവോഴ്സ്. ഡൈവോഴ്സ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഡൈവോഴ്സ് ശരിയല്ല. സ്വാതീഷ് ആദ്യം പറഞ്ഞത് കറക്റ്റ് ആണ്. ഇറ്റ് ഇസ് ഡിവോഴ്സ്. ഓക്കെ, ഡിവോഴ്സ് എന്ന് വേണം പറയാൻ. ഓക്കെ, ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വേർഡ് നമുക്ക് നോക്കാം. ഇതാണ് അടുത്ത വേർഡ്, ബൂട്ടിക്. ഓക്കെ, ഇറ്റ്സ് ബുട്ടീക്ക്. ഓക്കെ, ബൂട്ടീക്ക് കറക്റ്റ് ആണ്. ഓൾറൈറ്റ്, സോ ബുട്ടീക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ടി എന്നുള്ള ഒരു ലെറ്റർ ഇല്ല, അത് ട് ആയിട്ടല്ല നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊനൗൺസ് ചെയ്യുക. ഇറ്റ് ഇസ് ട്. ഓക്കെ, ഇറ്റ്സ് ബുട്ടീക്ക്. ഓക്കെ, ട് സൗണ്ട് ആണ് യൂഷ്വലി വരിക. നമ്മൾ മലയാളികൾക്കായിരിക്കും ഒരു ടാ എന്നുള്ള സൗണ്ട് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇംഗ്ലീഷുകാർക്ക് ടാ ഇല്ല, ഇറ്റ്സ് ഓൺലി ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വേർഡ് ഇതാണ്, ബിസിനസ്. ഓക്കെ, ഒന്നും കൂടി, ബിസിനസ്. യെസ്, ഇറ്റ്സ് ആക്ച്വലി സിനെക്കാളും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സി എന്നുള്ളൊരു സൗണ്ട് ആണ്, ബിസിനസ്. ഓക്കെ, ബിസിനസ്, ബിസിനസ് ഇങ്ങനെ വേണം ഇത് പറയാനായിട്ട്. ഓൾറൈറ്റ്, ബിസിനസ് എന്നൊക്കെ പറയാറുണ്ട്, ബിസിനസ് എന്നും പറയാറുണ്ട്, അതൊക്കെ തെറ്റാണ്. ഇറ്റ്സ് ബിസിനസ്, അത്രയേ ഉള്ളൂ. ഓൾറൈറ്റ്, ഇത് എല്ലാരും തെറ്റിക്കുന്ന ഒരു വാക്കാണ്. നമുക്ക് നോക്കാം, കൂപ്പോൺ. യാ, ചേച്ചി കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി കൂപ്പോൺ. ഓൾറൈറ്റ്, ഇറ്റ്സ് നോട്ട് കൂപ്പൺ. നമ്മൾ എല്ലാരും തെറ്റിച്ച് പറയുന്നത് കൂപ്പൺ ആണ് അല്ലെ, കേട്ടിട്ടുണ്ടാവും കൂപ്പൺ. പക്ഷെ ഇത് കൂപ്പൺ അല്ല, ഇറ്റ് ഇസ് കൂപ്പോൺ. എന്താ പറയാ? കൂപ്പോൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വേർഡിലേക്ക് പോകാം. ഇത് ഒരു ടൈപ്പ് ഓഫ് കോഫിയാണ്. നമ്മൾ കാപ്പി ഒക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതെന്താണ്? എസ്പ്രെസോ. എക്സ്പ്രസോ ആണോ? എക്സ്പ്രസോ ആണോ എസ്പ്രെസോ ആണോ? എക്സ്പ്രസോ ആണെന്ന് തോന്നുന്നു. അല്ല, എസ്പ്രസോ ആണോ? അതിനാൾ ആദ്യം പറഞ്ഞതായിരുന്നു കറക്റ്റ് ആയിരുന്നത്. ഇത് എസ്പ്രെസോ ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ കഴിഞ്ഞിട്ട് ഒരു ലൈൻ ഇട്ട് കണ്ടോ? സോ എസ്പ്രെസോ അങ്ങനെ വേണം പറയാൻ, എസ്പ്രെസോ. ഓക്കെ, സോ എക്സ്പ്രെസോ അല്ല, ഇറ്റ്സ് എസ്പ്രെസോ. ഓക്കെ, സോ ഇങ്ങനെ വേണം ഈ ഒരു വേർഡ് പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വേർഡിലേക്ക് നമുക്ക് കടക്കാം. ഇത് നമ്മൾ ആക്ച്വലി ഇത് എഴുതുന്ന സമയത്ത് ETC എന്ന് എഴുതാറുണ്ട്. അപ്പം ഇതെങ്ങനെ നമ്മൾ ശരിക്കും പ്രൊനൗൺസ് ചെയ്യാം? എക്സെട്ര. ഇത് ആക്ച്വലി എറ്റ്സെട്ര ആണ്, എറ്റ്സെട്ര. ഓക്കെ, എറ്റ്സെട്ര. സോ എറ്റ്സെട്ര ഇങ്ങനെ വേണം പറയാനായിട്ട്. പക്ഷെ ഇത് എക്സെട്ര അല്ല, നമ്മൾ പലപ്പോഴും എക്സെട്ര എന്ന് പറയാറുണ്ട്. എക്സ് എന്നുള്ള ഒരു സൗണ്ട് നമ്മൾ വരുത്തും, പക്ഷെ അത് ആവശ്യമില്ല. ഇറ്റ്സ് എറ്റ്സെട്ര. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ETCയുടെ ഫുൾ ഫോം, എറ്റ്സെട്ര. ഓൾറൈറ്റ്, അടുത്തത് ഇതും ഓൾമോസ്റ്റ് എല്ലാവരും തെറ്റിക്കുന്ന ഒരു വാക്കാണ്. ഇതെന്താണ്? ഫെബ്രുവരി. നമ്മൾ ഫെബ്രുവരി എന്ന് പറയാറുണ്ട്, പക്ഷെ ഇതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് ഫെബ്രുവരി. ഓക്കെ, ഫെബ്രുവരി,
ഫെബ്രുവരി. ഓക്കെ, സോ ഒന്ന് കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടാൻ സാധിക്കും. ഫെബ്രുവരി. ഓൾറൈറ്റ്, സോ ഫെബ്രുവരി അല്ല, നമ്മൾ ആ റുവ എന്നുള്ള ഒരു പ്രൊനൗൺസിയേഷൻ ഇല്ല. ഓക്കെ, അടുത്തത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു വേർഡാണ്, എപ്പോഴും തെറ്റിക്കുന്ന ഒരു വാക്കുമാണ്. ഇതെങ്ങനെയാ പറയാ? ഫുഡ്. യെസ്, ഇത് കറക്റ്റ് ആണ്. ഇത് ആക്ച്വലി ഫുഡ് അല്ല, നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആയിരിക്കും ഇത് അല്ലേ, പക്ഷെ ഇത് ആക്ച്വലി ഫുഡാണ്. ഫുഡ് എന്ന് വേണം ഇത് ഉച്ചരിക്കാനായിട്ട്, പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. എഴുതുമ്പം FOOD, പക്ഷെ പറയുമ്പം ഫുഡ് എന്നാണ് പറയാ. ഓക്കെ, ഫുഡ്. ഓൾറൈറ്റ്, അടുത്തത് എന്താണ്? ഫിലിം എന്ന് നമ്മൾ പറയാറുണ്ട്. ആക്ച്വലി മലയാളികൾ പൊതുവേ നമുക്ക് ഉള്ളൊരു സാധനമാണ് ഫിലിം എന്നുള്ളത്, പക്ഷെ ഫിലിം അല്ല, ഇറ്റ്സ് ആക്ച്വലി ഫിലിം. ഓക്കെ, അടുത്ത വേർഡ് ഇതാണ് നമ്മുടെ അടുത്ത വേർഡ്. ഗാർബേജ്. ഗാർബേജ്. ഓക്കെ, ഇവിടെ ആക്ച്വലി എന്നുള്ളത് നമ്മൾ എടുത്തു പറയില്ല, ഇറ്റ്സ് ഈദർ ഗാർബേജ് അല്ലെങ്കിൽ ഗാർബേജ്. അപ്പൊ അവിടെ എന്നുള്ള വേണമെങ്കിൽ ചെറിയൊരു സൗണ്ട് കൊടുക്കാന്നല്ലാണ്ട് റാ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ കൊടുക്കാണ്ടിരിക്കുക. ഗാർബേജ് അല്ല, ഇറ്റ്സ് ഗാർബേജ്. ഓക്കെ, ഗാർബേജ്. പക്ഷെ ഇതേപോലെ തെറ്റിക്കുന്ന ഒരു വേറൊരു വേർഡ് ഉണ്ട്. ഇവിടെ ഇപ്പൊ ഞാൻ ഈ ബി എടുത്ത് കളഞ്ഞാൽ ഈ വേർഡ് എന്തായി? ഗാരേജ്. പക്ഷെ ഇത് ഗാരേജ് അല്ല, ഇറ്റ്സ് ഗരാജ്. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും തെറ്റിക്കാറുണ്ട്. വണ്ടി എവിടെയാ? ഗാരേജിൽ ഉണ്ടെന്ന് പറയാറില്ലേ, അത് ഗാരേജ് അല്ല, ഇറ്റ്സ് ഗരാജ് ആക്ച്വലി. ഓക്കെ, അടുത്തത് നമ്മുടെ സ്വന്തം ഉള്ളി. അല്ല, ഉള്ളി അല്ല അല്ലെ, ഇതിന് സവാള എന്നല്ലേ പറയാ? ഉള്ളി പറയാ അല്ലെ, വെല്ലുള്ളി. യെസ്, ഇതെങ്ങനെ പറയാ? യെസ്, ഇറ്റ്സ് ആക്ച്വലി അനിയൻ. നമ്മുടെ അനിയൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ അനിയൻ, നോട്ട് ഓണിയൻ, ഇറ്റ്സ് അനിയൻ. ഓണിയൻ എപ്പോഴും നമ്മൾ പറയുന്ന വേർഡാ അല്ലെ, എപ്പോഴും. ഇപ്പം സാധനം മേടിക്കാൻ പോകുമ്പോഴൊക്കെ അരക്കില്ല ഓണിയൻ എന്ന് പറയാറുണ്ട്, പക്ഷെ ഇറ്റ്സ് ആക്ച്വലി അനിയൻ. എന്താ പറയാ? അനിയൻ. ഓക്കെ, സോ ചിലപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കടയിൽ പോയിട്ട് 1 കിലോ അനിയൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല, ബട്ട് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രൊനൗൺസിയേഷൻ ആണ്. ഓക്കെ, അടുത്തത് മിക്കവാറും നമ്മുടെ വീട്ടില് കിച്ചണിൽ കാണുന്ന ഒരു അപ്ലയൻസ് ആണ്. അതിനെന്താ പറയാ? ഇത് ആക്ച്വലി ഓവൻ അല്ല, നമ്മുടെ ഓണിയൻ പോലെ തന്നെ ഉള്ള ഒരു പ്രൊനൗൺസിയേഷൻ ആണ്. ദിസ് ഇസ് അവൻ. എന്താ പറയാ? അവൻ ആണ്, ഓവൻ അല്ല. എവിടെയാ ഫുഡ് ചൂടാക്കാൻ, എവിടെയാ ഫുഡ് ചൂടാക്കാൻ വെച്ചെന്ന് ചോദിക്കുമ്പോ ഓവൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അവൻ. ഓക്കെ, അടുത്ത വേർഡ് നമുക്ക് നോക്കാം. ദിസ് ഇസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ് വേർഡ്. ഇതെന്താണ്? ഫോട്ടോ ആണോ ഫോട്ടോ ആണോ? ഫോട്ടോ. ആക്ച്വലി ഇതിന് ഓരോരോ വേർഡിന് ഓരോരോ പ്രൊനൗൺസിയേഷൻ ആണ്. ഇത് ആക്ച്വലി ഫോട്ടോ തന്നെയാണ്. നമ്മൾ ഇത് എടുക്കുന്ന ആളെ വിളിക്കുന്നത് ഇറ്റ്സ് ഫോട്ടോഗ്രാഫർ. ഓക്കെ, ഫോട്ടോഗ്രാഫർ. പക്ഷെ ഈ ഫോട്ടോഗ്രാഫാണ്. ഈ ഫോട്ടോ നമ്മളിപ്പോ പറയുന്നുണ്ട്, അതല്ലാണ്ട് നമ്മള് ഫോട്ടോഗ്രാഫ് എന്ന് കേട്ടിട്ടില്ല, അത് ഫോട്ടോഗ്രാഫാണ്. പക്ഷെ എടുക്കുന്ന ആളെ പറയുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ, ഫോട്ടോഗ്രാഫി എന്ന് വേണം പറയാനായിട്ട്. അവിടെ ഫോട്ടോ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ വരും, അതാണ് വ്യത്യാസം. ഓക്കെ, സോ അതാണ് നമ്മുടെ അടുത്ത വേർഡ്. ഇനി അടുത്ത വേർഡിലേക്ക് പോവാം. ഇതും എല്ലാവരും തെറ്റിക്കുന്ന ഒരു വാക്കാണ്. നമുക്ക് നോക്കാം ചേച്ചി കറക്റ്റ് ആയിട്ട് പറയോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ഇതേതാ വേർഡ്? ജ്വല്ലറി. കറക്റ്റ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ പറയുക എന്താ യൂഷ്വലി ജ്വല്ലറി എന്ന് കേട്ടിട്ടുണ്ട്. അത് കറക്റ്റ് സ്പെല്ലിംഗ് നോക്കിയിട്ടായിരിക്കും നമ്മൾ അത് ഉച്ചരിക്കുന്നത് അല്ലെ. ജ്വല്ലറി എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഉച്ചാരണം കുറച്ച് വ്യത്യാസമുണ്ട്. ഇറ്റ് ഇസ് ആക്ച്വലി ജ്വല്ലറി എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ ആണ് ഈ ഒരു വാക്കിന് വരിക. അപ്പം അതായിരുന്നു നമ്മുടെ അടുത്ത വേർഡ്. ഇനി അടുത്ത വേർഡിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു വാക്കാണ് ഇത്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും കുറച്ച് പേടിയുള്ള കൂട്ടരാണ് ഇത് അല്ലെ. എന്താണെന്നറിയില്ല, എന്തോ ഒരു പേടി. എങ്ങനെ ഇത് പറയാ? പോലീസ്. നമ്മളെല്ലാരും പറയുന്നത് യൂഷ്വലി പോലീസ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇറ്റ്സ് ആക്ച്വലി പോലീസ്. ഓക്കെ, പോലീസ് അല്ല, പോലീസ് ആണ്. ഓൾറൈറ്റ്, ഇത് അതേപോലെ നമ്മൾ ഇതിന് വേറൊരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള പോലെ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഓർത്തെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസ് എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഇത് ആക്ച്വലി അൺകൗണ്ടബിൾ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ പ്ലൂറൽ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഒറ്റ ആളാണെങ്കിൽ അല്ലെങ്കിൽ പോലീസ് മാൻ എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല, പോലീസ് മാൻ. ഓൾറൈറ്റ്, അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് അങ്ങനെയൊക്കെ പറയുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് മനസ്സിലാവും. അല്ലാത്ത പക്ഷം ഇതിനെ നമ്മൾ കൗണ്ടബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു വേർഡ് ഇതെന്താണ്? സലോൺ. ഇറ്റ്സ് ആക്ച്വലി സലോൺ. ഓക്കെ, സലൂണുമല്ല, സലൂൺ എന്ന് കുറെ തവണ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സലൂണുമല്ല, ചേച്ചി എന്തായിരുന്നു പറഞ്ഞത്? സാലോണുമല്ല, ഇറ്റ്സ് ആക്ച്വലി സലോൺ. ഓക്കെ, സലോൺ, സലോൺ ഇങ്ങനെ വേണം പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. പലപ്പോഴും നിങ്ങൾ ഈ ഒരു സലോൺസിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ബോർഡിൽ തന്നെ തെറ്റ് കാണാം. SALOON കണ്ടുവരാറുണ്ട് ചെറിയ ചെറിയ സലൂൺസിലൊക്കെ.
സ്പെല്ലിംഗ് ഒന്നും അവർ നോക്കാറുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഇറ്റ്സ് ആക്ച്വലി സെലോൺ, SALON. ഒറ്റൊരു OA ഉള്ളൂ, 2 O ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വേർഡ് ഇതെന്താണ്? sour അങ്ങനെ എന്തോ. കറക്റ്റ്, ഇറ്റ്സ് ആക്ച്വലി sour. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താണ് അറിയോ? പുളി. പുളിയുള്ള ഒരു ടേസ്റ്റ് ആണ്. നമുക്കിപ്പം സ്പൈസി എന്ന് പറഞ്ഞാൽ എരിയാണെന്ന് അറിയാം, സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരമാണെന്ന് അറിയാം. അതേപോലെ പുളിക്കാണ് നമ്മൾ സവർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി സവർ, സോറല്ല. നമ്മൾ ഇതിനെ പലപ്പോഴും സോർ എന്ന് പറയാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. പക്ഷെ സോർ എന്ന് പറയുന്നത് SORE ആണ്. ഓക്കെ, SORE. ഇതെവിടെ നമ്മൾ യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ മിക്കവാറും സോർ ത്രോട്ട് എന്ന് പറയുന്ന ഒരു അസുഖം നമുക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ഈ ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് തൊണ്ടയിൽ നമുക്ക് ഒരു ചെറിയ എന്താ വീക്കം ആണ് അല്ലെ, ഒരു വീക്കം ഉള്ള അത് നമുക്ക് ഈവൻ മസിൽസ് ആ സോർ എന്നും പറയാം. സോ മസിലില് ഈ വീക്കം വരുന്നതിന്, നീര് വരുന്നതിന്, ആ വീക്കം സോറൈസ് എന്ന് പറയാറുണ്ട്. അപ്പം ആ അസുഖങ്ങളെ പറയുന്ന സമയത്താണ് SORE യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് സോർ എന്നാണ്. അത് കറക്റ്റ് ആണ്. പക്ഷെ ആ പ്രൊനൗൺസിയേഷൻ വെച്ച് ഈ വാക്ക് പ്രൊനൗൺസ് ചെയ്യരുത്. ഈ വാക്ക് പ്രൊനൗൺസ് ചെയ്യേണ്ടത് സവർ എന്നാണ്. ഓക്കെ, പുളിയുള്ള ഭക്ഷണങ്ങൾക്ക് നമുക്ക് സവർ എന്ന് പറയാം. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ഇതെന്താണ്? സ്റ്റൊമക്ക്. യെസ്, ഇറ്റ്സ് ആക്ച്വലി സ്റ്റമക്ക്. ഓക്കെ, സ്റ്റൊമക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്, സ്റ്റൊമക്ക് അല്ല, സ്റ്റോ അല്ല, ഇറ്റ്സ് സ്റ്റമക്ക്. ഓക്കെ, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഇതാണ്, സ്റ്റമക്ക്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഹോട്ടലിലൊക്കെ, ഹോട്ടലും നിങ്ങൾ ശ്രദ്ധിക്കണം, ഹോട്ടലല്ല ഹോട്ടലാണ്. അപ്പൊ നമ്മളൊരു റിസോർട്ടിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ റൂംസ് ഒക്കെ സെലക്ട് ചെയ്യില്ലേ? അപ്പൊ അതിൽ ഏറ്റവും വലിയ റൂം, ഇപ്പം നമുക്ക് നോർമൽ റൂം ഉണ്ടാവും, ഡീലക്സ് റൂം ഉണ്ടാവും, പിന്നെ വരുന്നൊരു റൂമാണ് ഇത്, സ്യൂട്ട് റൂം എന്നാണ് നമ്മൾ യൂഷ്വലി പറയാ. പക്ഷെ ഇത് ആക്ച്വലി സ്വീറ്റ് ആണ്. ഓക്കെ, സ്വീറ്റ് റൂം, അതായത് നമ്മൾ മധുരം എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ഉച്ചാരണമാണ് ഇതിന്. ആക്ച്വലി സ്വീറ്റ് റൂം ആണ്, സ്യൂട്ട് റൂം അല്ല. സ്യൂ അല്ല, സൂട്ടും അല്ല. ഓക്കെ, സൂട്ട് എന്നും പറയില്ല, സ്യൂട്ട് എന്നും പറയില്ല. ഇറ്റ്സ് ആക്ച്വലി സ്വീറ്റ് റൂം. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ സ്വീറ്റ് റൂം. എനിക്കൊരു സ്വീറ്റ് റൂം ആണ് വേണ്ടത് അല്ലെങ്കിൽ ബുക്ക് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് നമ്മുടെ സ്കൂളിലുള്ള പിള്ളേരൊക്കെ മെയിനായിട്ട് പോകുന്നൊരു സ്ഥലമാണിത്, ട്യൂഷൻ എന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ ആക്ച്വലി നമ്മുടെ നാട്ടിൽ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷെ എങ്ങാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ യൂസ് ചെയ്യേണ്ട ഒരു സ്ഥലം വരുവാണ്, അവിടെ ചെന്ന് ട്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ട്യൂഷൻ. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി ട്യൂഷൻ. ഓക്കെ, സോ ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് മിക്കവാറും ഇത് കറക്റ്റ് ആയിട്ട് ഉച്ചരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെ? സോ ഇത് ട്യൂഷൻ ആണ്, ട്യൂഷൻ അല്ല, ട്യൂഷൻ. ഓക്കെ, അടുത്ത വേർഡ് ഇതാണ്. ഇതെങ്ങനെ പറയാം? വെജിറ്റബിൾ. സോ വെജിറ്റേബിൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇറ്റ്സ് നോട്ട് വെജിറ്റേബിൾ. ജസ്റ്റ് ബിക്കോസ് ഇവിടെ ടേബിൾ ഉള്ളത് കൊണ്ട് നമുക്ക് ടേബിൾ എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. ഇത് വെജിറ്റബിൾ ആണ്. എന്താ പറയാ? വെജിറ്റബിൾ. ഓക്കെ, വെജിറ്റബിൾ. ഓക്കെ, ട എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ വരും, ടേ അല്ല, ട. ഓക്കെ, അടുത്തത് നമ്മുടെ അവസാനത്തെ വാക്കാണോ? അല്ല, ഓക്കെ, ഇനി ഒറ്റ 2 എണ്ണം കൂടി ഉള്ളു കേട്ടോ. ഇതെങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യാ? വെനസ്ഡേ. ഇത് ബുധനാഴ്ചയാണ്, വെനസ്ഡേ എന്നാണ് നമ്മൾ യൂഷ്വലി പറയാ, അല്ലെങ്കിൽ വെഡ്നെസ്ഡേ എന്നും പറയാറുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി വെൻസ്ഡേ ആണ്. ഓക്കെ, വേറെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് വെൻസ്ഡേ എന്ന് പറഞ്ഞാൽ മതി. ഒരു Z സൗണ്ട് ഇവിടെ സെറ്റ് കണ്ടില്ലേ? സോ ആ ഒരു Z സൗണ്ട് വന്നാൽ മതി. ഇറ്റ്സ് വെൻസ്ഡേ. ഓക്കെ, വെൻസ്ഡേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ വാക്കാണ്. റെഡിയാണോ? ടയേർഡ് ആയോ? ഇല്ല. ഓക്കെ, സോ അവസാനത്തെ വാക്ക് നമുക്ക് നോക്കാം. ഇതാണ് വിമൻ. ഇത് ആക്ച്വലി സിംഗുലർ ആണെങ്കിൽ, അതായത് സ്ത്രീ എന്ന് പറയുന്ന സമയത്ത് ഇത് വുമൺ ആണ്. പക്ഷെ ഇവിടെ ഒന്നിലധികം ആൾക്കാരുടെ, അതായത് വുമന്റെ പ്ലൂറൽ ഫോം, സ്ത്രീകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് വിമൻ എന്നാണ്. വിമൻ. ഓക്കെ, സിംഗുലർ ആണെങ്കിൽ വുമൻ, പ്ലൂറൽ ആണെങ്കിൽ വിമൻ. ഓക്കെ, വുമൻ, വുമിൻ അങ്ങനെ ഒന്നുമല്ല, വുമൻ ആൻഡ് വിമൻ ആണ്. വിമൻ. ഓക്കെ, ഒന്നിലധികം ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് വിമൻ. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇനി പഠിച്ച വാക്കുകളൊക്കെ നമ്മൾ ഒന്നും കൂടി ഓർത്തെടുക്കാം, റിവൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ചേച്ചി റെഡി അല്ലേ റിവൈസ് ചെയ്യാനായിട്ട്? അപ്പൊ ഓരോ വേർഡ് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം. ഓക്കെ, റെഡി. നമുക്ക് അവസാനത്തിൽ നിന്ന് തുടങ്ങാം. വിമൻ. വിമൻ. വെൻസ്ഡേ. വെൻസ്ഡേ. വെജിറ്റബിൾ. വെജിറ്റബിൾ.
Tuition. 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 Okay? Tuition. Okay? അടുത്തത് നിങ്ങൾ കൂടെ പറയാനായിട്ട് ട്രൈ ചെയ്യാം, എന്നാലേ മറക്കാണ്ടിരിക്കുള്ളൂ കേട്ടോ. Sweet. സ്വീറ്റ് റൂം ആണ്, സ്വീറ്റ്. ഓക്കെ, അടുത്തത് Stomach. സ്റ്റമക്. ഓക്കെ, സ്റ്റൊമക് അല്ല, ഇറ്റ്സ് സ്റ്റമക്. ഓക്കെ, അടുത്തത് Sour. സവർ അല്ലെങ്കിൽ സാർന്നും പറയുന്ന പ്രൊനൗൺസിയേഷൻ ഉണ്ട്, ബട്ട് സവർ. ഓക്കെ, അടുത്ത വേർഡ് Salon. സലോൺ ആണ്. ഇറ്റ്സ് നോട്ട് സാലോൺ ഓർ സലൂൺ, ഇറ്റ്സ് സലോൺ. ഓക്കെ, സലോൺ. അടുത്തത് Police. പ്ലീസ്, ദാറ്റ്സ് കറക്റ്റ്. നെക്സ്റ്റ് വൺ Jewelry. ജൂവലറി ആണ്, ജ്വല്ലറി അല്ല, ജൂവലറി. ഓക്കെ, Photo. ഫോട്ടോ. അയ്യോ കിട്ടുന്നില്ല. ഓക്കെ, Oven. അവനാണ്. നെക്സ്റ്റ് വൺ Onion. അനിയൻ. ഓക്കെ, ഞാൻ ഒരുമിച്ച് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, Garbage. ഗാർബേജ്. Film. ഫിൽം. Yeah, film. ഫിൽം. യെസ്. Food. ഫുഡ്. ഇത് തെറ്റിക്കരുത് കേട്ടോ, ഫുഡ് അല്ല, ഫുഡാണ്. ഞാൻ തന്നെ ഇടയ്ക്ക് തെറ്റിക്കാറുണ്ട്. ഓക്കെ, February. യെസ്, ഫെബ്രുവരി. ഓക്കെ, February. അടുത്തത് Etc. എക്സെട്ര ആണ്. എക്സെട്ര അല്ല, എക്സ് എന്നുള്ള ഒരു പ്രൊനൗൺസിയേഷൻ ഇവിടെ വരുന്നില്ല. അടുത്തത് Espresso. ഇതും സെയിം, എക്സ്പ്രസോ എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി വരും, പക്ഷെ ഇറ്റ്സ് ആക്ച്വലി Espresso. എസ്പ്രസോ. ഓക്കെ, അടുത്തത് Coupon. കൂപ്പോൺ. ചേച്ചി ടയർഡ് ആയിപ്പോയി, ഞാൻ പിടിച്ചിരുത്തില്ല. ഞാൻ പറഞ്ഞില്ല എന്താ സംഭവം, ഒന്ന് വന്ന് ഇരിക്കുമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര Yeah. കഷ്ടപ്പാടായിരുന്നു. ഓക്കെ, Business. ബിസിനസ് ആണ്, സൗണ്ട് വരണം. ദിസ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് വേണം പറയാൻ. ഓക്കെ, അടുത്തത് Boutique. ബൂട്ടീക്ക്. ഇവിടെയും സൗണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് Divorce. ഡിവോഴ്സ് ആണ്, ഡൈവോഴ്സ് അല്ല. അടുത്തത് Pronounce. പ്രൊനൗൺസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു വേർഡ് ഏതാണ്? Pronunciation. Yeah, പ്രൊനൗൺസിയേഷൻ. pronunciation. ഇത് പ്രൊനൗൺസിയേഷനും ഇത് പ്രൊനൗൺസുമാണ്, രണ്ടും തമ്മിൽ Pronunciation. വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷെ ഏകദേശം ഒരേപോലത്തെ വേർഡ് ആയിട്ട് കൺഫ്യൂസിങ് Yes. ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓർത്ത് വെക്കുക, ഇത് പ്രൊനൗൺസ് ആണ്, ഇത് പ്രൊനൗൺസിയേഷൻ ആണ്. ഓക്കെ, Yeah. സോ ദാറ്റ് വാസ് ഇറ്റ് ഫോർ ടുഡേസ് ക്ലാസ് എവരിവൺ. ഇനി ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഏതെങ്കിലും ഒരു വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, പേഴ്സണൽ ട്യൂട്ടറിനോട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യാം. എന്നിട്ട് മാത്രം അടുത്ത ക്ലാസ്സിൽ വരിക കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എവരിവൺ ടേക്ക് കെയർ ആൻഡ് Bye. ബൈ.